വേറെ ചില ആളുകൾ നാട്ടിലേക്ക് എത്തിയാൽ ജാറങ്ങൾ കണ്ടുന്നത് കാണാം. അവന് ജാറം കണ്ടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെന്താ, ഉമ്മാന്റെ നേർച്ചയാ. എന്തേ, മോൻ ഗൾഫിലേക്ക് പോയി നല്ലൊരു ജോലിയൊക്കെ ആയി തിരിച്ചു വരുമ്പോ കസ്റ്റംസിൽ പ്രയാസമൊന്നുമില്ലാതെ നല്ല നിലക്ക് ഇവിടെ എത്തിപ്പെട്ടാൽ മമ്പുറത്തും പുത്തമ്പള്ളിയിലും പുതുപന്നാനിയിലും ഏർവാടിയിലും അജ്മീറിലും നാഗൂറിലുമൊക്കെ പോയിട്ടൊന്ന് ജാറം മൂടി വിളക്ക് കത്തിക്കാമെന്ന് പൊന്നാര പെറ്റ തള്ളയുടെ നേർച്ചക്കടമാണ്. അത് വീട്ടാതിരിക്കാനൊക്കുമോ, അത് തട്ടാനൊക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ മക്കൾ ജീപ്പെടുത്തുകൊണ്ട് ഉമ്മയുടെ കൂടെ ജാറങ്ങളിലേക്ക് ശിർക്ക് ചെയ്യാൻ വേണ്ടി തെണ്ടുന്ന, ജാറം മൂടാൻ പോകുന്ന, വിളക്ക് കൊളുത്താൻ പോകുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസരിക്കണോ? ഫലാ തുതിഉഹുമാ. അത് ഉമ്മാന്റെ നേർച്ചക്കടാൻ വിചാരിച്ചിട്ട് കൂടിക്കൊടുക്കാൻ പറ്റുമോ? പാടില്ല. അതാണ് ഇസ്ലാം പറയുന്നത്. തെറ്റായ ഒരു കാര്യത്തിനവർ നിന്നെ നിർബന്ധിച്ചാൽ അനുസരിച്ചു പോകരുത്. ആ നിലക്ക് നിർബന്ധിക്കുമ്പോൾ പോലും നീ ആ തെറ്റ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം എന്നോട് ഉമ്മ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നീ ഉമ്മാക്ക് നൽകുന്ന സഹായങ്ങളൊന്നും നിർത്തൽ ചെയ്യരുത്. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫാ. ഭൗതികമായ ലോകത്ത് നീ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളും സഹകരണങ്ങളും ഒന്നും നിർത്തിക്കളയരുത്. അത് ഉമ്മ ഉപ്പ തന്നെയാണ്. എന്നാൽ അവര് പറഞ്ഞ തെറ്റായ കാര്യത്തിനനുസരിക്കരുതെന്നേ ഉള്ളൂ. അത് നീ കേൾക്കണ്ട. അതല്ലാത്ത സഹായങ്ങളൊക്കെ നീ അപ്പോഴും അവൾക്ക് തുടർ അവരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പാടില്ല. നിങ്ങളോട് ഈ ഹറാം ചെയ്യാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഇനി ഞാൻ പണം അയച്ചേരില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്കിനി വസ്ത്രം തരില്ല എന്ന് പറയാൻ പാടില്ല. എന്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല, ഇറങ്ങണപ്പോ പുറത്ത് എന്ന് പറയാൻ പാടില്ല. ഭൗതിക ലോകത്ത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായം സഹകരണം ഒക്കെ ചെയ്യണം. അതേ അവസരത്തിൽ ദീനിന്റെ പ്രശ്നത്തിൽ തെറ്റായ കാര്യം അവർ പറയുമ്പോ അതിൽ ഉമ്മ ഇടപെടാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. അല്ലാഹുവിനോടാണ് എനിക്ക് കടപ്പാട്, അത് പറയാൻ കഴിയണം. അപ്പൊ സുഹൃത്തുക്കളെ, അത് ഇസ്ലാം നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാം അനുസരിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന് തന്ന ഇളവാണ്. അതല്ലാത്ത എല്ലാ അനുവദിക്കപ്പെടുന്ന കാര്യങ്ങളിലും ഉമ്മയുടെയും ഉപ്പയുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടേ മക്കളെത്ര വലിയവരാണെങ്കിലും മുന്നോട്ട് പോകാവൂ. അവരെ പരിഗണിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാവൂ. അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന പെരുമാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത്. അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സംസാരങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഇതിനൊക്കെ പുറമെ വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? നീ എന്ത് തന്നെ അവരോട് നല്ല നിലക്കൊക്കെ വർത്തിച്ചാലും മനുഷ്യ, നിനക്ക് നിന്റെ ഉമ്മയും ഉപ്പയും നിന്നോട് ആ ചെറുപ്പത്തിൽ കാണിച്ച ആ സ്നേഹമുണ്ടല്ലോ, അതിന് പകരം കൊടുക്കാൻ നിനക്കാവില്ല. അതിന് പകരം കൊടുക്കാൻ നിനക്കാവില്ല. നീ എത്ര വലിയ ശമ്പളക്കാരനായി വാരിക്കോരി ഉമ്മാക്കും ഉപ്പാക്കും അയച്ചു കൊടുത്താലും അതൊന്നും അവര് നിന്നെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയതിന് കിടപിടിക്കുന്നതല്ല. അതുകൊണ്ട് നിനക്കൊരു ബാധ്യതയുണ്ട്. എന്താണെന്നോ, നിന്നെയും നിന്റെ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ പടച്ച സൃഷ്ടാവായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ ഖജനാവ് വിശാലമാണ്. നിന്റെ ഖജനാവിലുള്ളതൊക്കെ തീരുന്നതാണ്. നിന്റെ അക്കൗണ്ടുകളൊക്കെ അവസാനിക്കുന്നതാണ്. അവസാനിക്കാത്ത ബാലൻസ് ഉള്ള ഖജനാവിന്റെ ഉടമയാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനോട് നീ എപ്പോഴും പറയണം, എന്ത്? ചെറുപ്പത്തിൽ ഞങ്ങളെ നോക്കി ഉണ്ടാക്കിയ ഉമ്മക്കും ഉപ്പക്കും നീ ധാരാളം റഹ്മത്ത് കൊടുക്കണേ. നിന്റെ ഖജനാവിലെ അവർക്ക് കൊടുക്കാനുള്ളൊരു തികയുകയുള്ളൂ. ഞങ്ങൾ എന്ത് തന്നെ കൊടുത്താലും അതൊന്നും കിടയൊക്കുന്നതല്ല. അതുകൊണ്ട് വഖുൽ, നീ പ്രാർത്ഥിച്ചോളൂ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി, എന്റെ റബ്ബേ, ഇർഹംഹുമാ, അവർ രണ്ടാളോടും നീ കരുണ കാണിക്കണം. കമാ റബ്ബയാനി, അവർ രണ്ടാളും ഞങ്ങളെ, എന്നെ പരിപാലിച്ചുണ്ടാക്കിയതുപോലെ സഗീറാ, ചെറുപ്പമായിരിക്കെ ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ പരിപാലിച്ചത് പ്രകാരം ആ സമയത്തുള്ള പരിപാലനത്തിന് പകരം കൊടുക്കാൻ കഴിയൂല. നിന്നെ കൊണ്ടേ കഴിയൂ, നീ കൊടുക്കണം. നീ അവർക്ക് ധാരാളമായി നൽകണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഈ ഒരു പ്രത്യേകമായ നിലക്കുള്ള സ്നേഹവും ഈ ഒരു പ്രത്യേകമായ നിലക്കുള്ള ആദരവും ബഹുമാനവും സുഹൃത്തുക്കളെ നമ്മുടെ പെറ്റ തള്ളയോടുള്ളതുപോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉപ്പയോടും, അതുപോലെ തന്നെ ഭാര്യയുടെ മാതാവും നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. നമ്മുടെ ഭാര്യയുടെ മാതാവ് നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ശാശ്വതമായി വിവാഹബന്ധം നമുക്ക് നിഷിദ്ധമാണല്ലോ ആ ഉമ്മയുമായി.
ഈ മകളുടെ ശേഷം പോലും ആ ഉമ്മയെ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. ഭാര്യയുടെ മാതാവ് അമ്മായിയമ്മ എന്ന പ്രയോഗം തന്നെ തെറ്റ്. ഉമ്മയുടെ സ്ഥാനത്താണത്, ഉപ്പയുടെ സ്ഥാനത്താണത്. അവരോടും നമ്മൾ സ്നേഹം കാണിക്കേണ്ടതാണ്, ബഹുമാനം കാണിക്കേണ്ടതാണ്, മനസ്സിനെ സന്തോഷിപ്പിക്കേണ്ടതാണ്, മനസ്സിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കേണ്ടതാണ്. ഈ നിലക്കൊക്കെയുള്ള കാഴ്ചപ്പാട് അവരോടും നമുക്കുണ്ടാകണം. കാരണം അവര് നമ്മുടെ പെറ്റതള്ളയല്ലെങ്കിലും നമ്മുടെ ഭാര്യയുടെ പെറ്റതള്ളയാണല്ലോ. ഭാര്യ ചിന്തിക്കേണ്ടത് എന്റെ പെറ്റതള്ളയല്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പെറ്റുമ്മയാണല്ലോ. പരസ്പരം അവരെ മനസ്സിലാക്കണം. ഭാര്യയുടെ ഉമ്മയും ഉപ്പയും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മയെ പോലെ ഉപ്പയെ പോലെ കാണണം. ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അമ്മോശൻ അമ്മായി പോര് കാണേണ്ടതല്ല. അതെന്റെ ഉപ്പയുടെ സ്ഥാനത്താണ്, അതെന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. ആ നിലക്കുള്ള ബഹുമാനങ്ങളും ആദരവുകളും കൽപ്പിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ആ നിലക്കൊക്കെ അങ്ങനെ നമ്മൾ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന്, പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചല്ലോ, നബിയേ, ഇതൊക്കെ ജീവിതകാലത്ത് ഉമ്മയോടും ഉപ്പയോടും ഒക്കെയുള്ള കുറെ കാര്യങ്ങൾ അങ്ങ് വിശദീകരിച്ചു തന്നല്ലോ. ഒരാൾ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ അബർറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ, എന്റെ മാതാപിതാക്കളോട് അവരുടെ മരണാനന്തരം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന നന്മകളിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അസ്സലാത്തു അലൈഹിമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ വസ്സിലത്തു റഹ്മില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമാ വഇക്റാമു സദീഖിഹിമാ. 5 കാര്യങ്ങൾ ഇവിടെ റസൂലുള്ളാഹി പറയുകയാണ്. എന്താ? ഒന്ന്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അസ്സലാത്തു അലൈഹിമാ, നീ അവർക്ക് രണ്ടാൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ അവർക്ക് വേണ്ടി നീ നിസ്കരിക്കണം എന്നതല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ സ്വലാത്ത് എന്ന പ്രയോഗം പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞല്ലോ, നീ പണക്കാരിൽ നിന്ന് സ്വതക്ക സ്വീകരിക്കണം. അങ്ങനെ സ്വതക്ക സ്വീകരിച്ചു കഴിഞ്ഞാൽ വസല്ലി അലൈഹിം, നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ റസൂലുള്ളാഹിയുടെ അടുക്കൽ സഹാബത്ത് സ്വതക്ക കൊണ്ടുവരുമ്പോ ആ സ്വതക്ക കൊണ്ടുവന്ന വ്യക്തിക്ക് വേണ്ടി നബി പ്രാർത്ഥിച്ച രൂപം ഹദീസിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ ഫുലാൻ എന്ന നിലക്ക് പ്രവാചകൻ ഇങ്ങനെ അദ്ദേഹത്തിന് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ നമുക്കും വേണമെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ അബവയ്യ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ ഉമ്മി, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ അബി എന്നിങ്ങനെ അവരുടെ ഗുണത്തിന് വേണ്ടി പ്രത്യേകം ആ പദത്തിലൂടെ തന്നെ പറയാം. അതാണ് അസ്സലാത്തു അലൈഹിമാ. അതല്ലെങ്കിൽ അവർക്ക് സ്വർഗം നൽകാൻ, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ പൊതുവായ പ്രാർത്ഥനകൾ. രണ്ടാമതായി വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് രണ്ടാൾക്കും വേണ്ടി നീ പാപമോചനത്തിന് പ്രത്യേകം തേടണം. പാപം പൊറുക്കാൻ വേണ്ടി പ്രത്യേകം തേടുക. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എനിക്ക് പുറത്തു തരണേ, എന്റെ മാതാപിതാക്കൾക്കും പൊറുക്കണേ എന്നിങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരാൾ മരിച്ചാലും മുറിഞ്ഞു പോകാത്ത കാര്യങ്ങൾ എണ്ണിയപ്പോ വലദുൻ സ്വാലിഹുൻ യദൂലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു സന്താനം അതുണ്ടാകൽ എത്ര ഭാഗ്യമാണ്. അങ്ങനെ അവരുടെ പ്രാർത്ഥന ആ മക്കളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മൂന്നാമത് റസൂലുള്ളാഹി പറയുന്നത് വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, ഈ പ്രാർത്ഥന നമുക്ക് ഏതവസരത്തിലും നിർവഹിക്കാവുന്നതാണ്. മരണപ്പെട്ടു പോയ അവരുടെ ഖബറിന്റെ സമീപത്ത് ചെല്ലാൻ കഴിഞ്ഞാൽ അങ്ങനെ ചെന്നുകൊണ്ട് അവിടെ വെച്ചും ദുആ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. മൂന്നാമതായി പ്രവാചകൻ പറയുന്നത് വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവരുടെ കരാറുകളെയും വസിയത്തുകളെയും അവർക്ക് ശേഷം നമ്മൾ നടപ്പിലാക്കണം. മാതാപിതാക്കൾ ജീവിതകാലത്ത് നൽകിയ വസിയത്തുകളെ അവരുടെ മരണാനന്തരം നമ്മൾ അത് കാത്തു സൂക്ഷിക്കണം. അവിടെയും ഉണ്ട് ചില നിയമങ്ങൾ. ഹറാമായ ഒരു കാര്യത്തിനാണ് വസിയത്തെങ്കിലോ അത് പാടില്ല. പാപ്പ പറഞ്ഞു, മോനോട് ഞാൻ മരിച്ചാൽ എന്റെ ഖബർ നല്ല ഉയരത്തിൽ കെട്ടിപ്പടുക്കണം, നന്നായി വെള്ളപൂശണം, വലിയൊരു തുണി കൊണ്ട് മൂടണം, നല്ലൊരു നിലവിളക്കം കത്തിച്ചു വെക്കണം, ഒരു കൊടിയും തൂക്കണം എന്ന് പറഞ്ഞെങ്കിലോ ആ വസിയത്ത് നിറവേറ്റണോ? പാടില്ല, ഒരിക്കലും പാടില്ല, ഒരു കാരണവശാലും പാടില്ല.
അപ്പോ ഇസ്ലാം അനുവദിക്കപ്പെട്ട ഒരു സംഗതി മാത്രമേ വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ടതുള്ളൂ. അപ്പോ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഹറാമല്ലാത്ത നിഷിദ്ധമല്ലാത്ത ഏത് കാര്യങ്ങളും അവർ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. നാലാമതായി പ്രവാചകൻ പറയുന്നത് വസിലത്തുർ റഹിമില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമാ, ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയും അല്ലാതെ നിലനിൽക്കാത്ത എന്ന് പറഞ്ഞാൽ ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയും മാത്രം നിലനിന്നിരുന്ന ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങൾ. ഉമ്മയുടേതായ വഴിക്ക് കുറെ ബന്ധങ്ങൾ ഉണ്ടാകും, ഉമ്മായുടെ കുടുംബങ്ങൾ. ഉപ്പയുടേതായ വഴിക്ക് കുറെ ബന്ധങ്ങൾ ഉണ്ടാകും, ഉപ്പയുടെ കുടുംബങ്ങൾ. ഇതൊന്നും ഉമ്മാടി ഉപ്പാടി മരണശേഷം പിന്നെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഉപ്പിയുമ്മയും മരിച്ചില്ല, ഇനി അവരെ കുടുംബങ്ങളൊന്നും നോക്കേണ്ടതില്ല, അവരെയൊന്നും സന്ദർശിക്കേണ്ടതില്ല, അവരുമായൊന്നും ബന്ധപ്പെടേണ്ടതില്ല, അവരും ഞാനുമൊന്നും ഇനി ലോക്യപ്പെടേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. അവരുള്ളപ്പോൾ നിലനിർത്തിയിരുന്ന രക്തബന്ധങ്ങൾ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അഞ്ചാമത് റസൂലുള്ള പറയുന്നത് നോക്കൂ, രക്തബന്ധം മാത്രം നിലനിർത്തിയാൽ പോരാ, വൈകറാമു സദീഖിഹിമാ, അവരുടെ രണ്ടാളുടെയും ചങ്ങാതിമാരെ പോലും നീ ഇക്റാമാക്കണം. മാതാപിതാക്കളുടെ ജീവിതകാലത്ത് അവർക്കുണ്ടായിരുന്ന കൂട്ടുകാരെ നീ ആദരിക്കണം, ബഹുമാനിക്കണം. ബാപ്പക്കുണ്ടായിരുന്ന കുറെ കൂട്ടുകാരുണ്ടാകും, ഉമ്മക്കുണ്ടായിരുന്ന കുറെ കൂട്ടുകാരികൾ ഉണ്ടാകും. അവരുടെയൊക്കെ മരണശേഷം നീ അവരെ ആദരിക്കേണ്ടതുണ്ട്. ബാപ്പന്റെ സ്ഥാനത്ത് കാണുക അവരെ. എങ്ങനെ? അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ ബാപ്പക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു നന്മ പോലെ അതിന്റെ പ്രതിഫലം കിട്ടും. ഉമ്മയുടെ കൂട്ടുകാരിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം നൽകുക, അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം സാമ്പത്തികമായോ ഏതെങ്കിലും നിലക്ക് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതെന്താണ്? നമ്മുടെ ഉമ്മയോട് ചെയ്യുന്ന നന്മയുടെ പ്രതിഫലമാണ് നമുക്ക് എഴുതപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ബാപ്പയുടെ സ്നേഹിതനായിക്കൊള്ളുന്നില്ല, ബാപ്പാന്റെ സ്നേഹിതന്റെ മകനായാലും ബഹുമാനിക്കണം എന്നാണ്. ബാപ്പന്റെ സ്നേഹിതനും കൂടി ആവണ്ട, സ്നേഹിതന്റെ മകനെ കണ്ടാലും ആദരിക്കണം എന്നാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള, അദ്ദേഹം ഒരു യാത്രയിലാണ്. ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം എതിർവശത്ത് നിന്ന് ഒരു അയറാബി കടന്നു വരുന്നത് കാണുന്നു. ആ ഹദീസ് നമുക്ക് വളരെ കൃത്യമായി സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത്, അദ്ദേഹത്തിന്റെ വാഹനം വന്നൊരു കഴുതയാണ്. ഇന്നിപ്പോ കാറൊക്കെ ഉണ്ടല്ലോ, അന്ന് കഴുതപ്പുറത്ത്, ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെയാണ് യാത്ര. അപ്പൊ ഈ കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എതിർവശത്ത് നിന്ന് ഒരു ഗ്രാമീണനായ മനുഷ്യൻ, ഒരു കാട്ടറവി, കണ്ടാൽ 5 പൈസക്ക് വകല്ലാത്ത ഒരാള് ഇത് കടന്നു വരികയാണ്. ഇത് കണ്ടപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് സലാം ചൊല്ലുന്നു. സലാം ചൊല്ലി എന്ന് മാത്രമല്ല, അദ്ദേഹം തന്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഈ ഗ്രാമീണനെ വാഹനത്തിൽ കയറ്റിയിരുത്തി. നല്ല വെയിലുള്ള സമയമാണ്. അദ്ദേഹത്തിന്റെ തലയിലെ തട്ടമെടുത്തുകൊണ്ട് ഈ അറാബിയുടെ തലയിലേക്ക് അങ്ങ് ധരിപ്പിച്ചു കൊടുക്കുന്നു. ഈ രംഗം കാണുകയാണ് കൂടെയുള്ള ആളുകൾ. അവര് ചോദിച്ചു, അബ്ദുള്ള അസ്ലഹക്കല്ലാ ഇന്നഹുമുൽ അഅറാബ് വഹും യർദൂന ബിൽ യസീർ. ഓ അബ്ദുള്ള, ഇവര് ഗ്രാമീണരായ ഈ കാട്ടറബികൾ, അവർ ചില്ലറ കൊടുത്താൽ തന്നെ തൃപ്തിപ്പെടുമല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഇവരെ ഇക്രാമാക്കുന്നത്? ഈ ഹറാബിക്ക് ഇതൊക്കെ കൂടി കൊടുത്തു കണ്ടപ്പോ എന്താണ്, അദ്ദേഹം ഇങ്ങോട്ട് എറിഞ്ഞാൽ ഇദ്ദേഹത്തെ വെയിലത്ത് അയിമ കയറ്റി ഇരുത്തുക, തട്ട അദ്ദേഹത്തിന് പുറപ്പിച്ചു കൊടുക്കുക, വെയിൽ കൊള്ളാതെ ആ തന്റെ തലപ്പാവ അഴിച്ച് അങ്ങോട്ട് ധരിപ്പിക്കുക. ഇതൊക്കെ കണ്ടപ്പോ ആൾക്കാർക്ക് അത്ഭുതം. എന്താ ഈ അറാബികളായ മനുഷ്യന്മാരൊക്കെ ചില്ലറ കൊടുത്താൽ തന്നെ തൃപ്തിപ്പെടുമല്ലോ, നിങ്ങൾ എന്താ ഇദ്ദേഹത്തെ ഇങ്ങനെ ബഹുമാനിക്കാൻ കാരണം എന്ന് ഉമർ ഖത്താബിന്റെ മോനായ അബ്ദുള്ളയോട് കൂടി നിന്നവർ ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കറിയാമോ, ഈ മനുഷ്യനൊരു കേവലം യാചകനെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഒരു കേവലം ഒരു മനുഷ്യനെന്ന് വിചാരിക്കരുത്. ഇന്ന അബാഹാദാ കാന വുദ്ദൻ ലിഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിന്റെ ബാപ്പ, ഇദ്ദേഹത്തിന്റെ ബാപ്പ, എന്റെ ബാപ്പ ഉമർ ഖത്താബിന്റെ സ്നേഹിതനായിരുന്നു. ഇദ്ദേഹമല്ല, ഈ അറാബിയല്ല, ഈ അറാബിന്റെ ബാപ്പ. അപ്പൊ ഉമർ ഖത്താബ് എന്ന ഇദ്ദേഹത്തിന്റെ ബാപ്പയുടെ സ്നേഹിതന്റെ മോനാര്. ആ മകനെ കണ്ടപ്പോൾ ഇത്ര ആദരിച്ചുവെങ്കിൽ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഉമർ ഖത്താബിന്റെ സ്നേഹിതനെ തന്നെ നേരെ കണ്ടുമുട്ടിയാൽ എപ്രകാരമായിരിക്കും ആദരിക്കുക, ബഹുമാനിക്കുക, ഇക്റാമാക്കുക? നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ഈ രംഗം പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു,
ഇന്ന അബറൽ ബിർരി സിലത്തുർ റജുലി അഹ്ല വുദ്ദി അബീ. ഏറ്റവും വലിയ പുണ്യങ്ങളിൽപ്പെട്ടതാണ് ഒരാൾ തന്റെ ഉപ്പയുടെ സ്നേഹബന്ധങ്ങളെ ചേർക്കുക എന്നത്. ഉപ്പയുടെ ജീവിതകാലത്തുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങളെ വിളക്കി ചേർക്കുക, അത് നിലനിർത്തുക, അത് ഏറ്റവും മുന്തിയൊരു പ്രവർത്തനമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പെരുമാറിയത് എന്ന് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇതാണ് കാര്യം, ഇതാണ് വിഷയം. എത്രമാത്രം അബദ്ധത്തിലാണെന്ന് സമൂഹമുള്ളത്, എത്രമാത്രം ഒരു അപകടത്തിലാണ് ഈ ഉമ്മത്തുള്ളത്. വീടുകളിൽ ഉമ്മയോടും ഉപ്പയോടുമുള്ള സംസാരത്തിന്റെ ശൈലി, അവരുമായുള്ള പെരുമാറ്റത്തിന്റെ രീതി, അവരുമായുള്ള ഇടപാടുകൾ, അവരുമായുള്ള ഓരോ പ്രവർത്തനങ്ങളിലും നരകാഗ്നിയിലേക്ക് മനുഷ്യനെ കൂപ്പുകുത്തിക്കുന്ന സ്വഭാവങ്ങളാണ് മഹാഭൂരിപക്ഷം ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ വളരെയേറെ അപകടകരമായൊരവസ്ഥയാണിത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ നരകം നിശ്ചയിക്കപ്പെടാൻ മാത്രം കാരണമാകുന്ന ബാധകമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക, അവരുടെ മനസ്സിന് കൂടുതൽ കുളിരുകോരിച്ചൊരിയുന്ന വർത്തമാനങ്ങൾ പറയുക, ക്ഷേമാന്വേഷണങ്ങൾ നടത്തുക, അവരുമായി ഫോൺ വിളികളിൽ ഏർപ്പെടുക, അവർക്ക് കത്തുകൾ അയക്കുക, അവരുമായി വിശേഷങ്ങൾ കൈമാറുക. എൻ്റെ മകൻ ഇപ്പോഴും എന്നെ തന്നെയാണ് മനസ്സില്ലെന്ന് ഉപ്പക്ക് തോന്നണം. എൻ്റെ മകൾക്കും എൻ്റെ മകനും ഇപ്പോഴും ഞങ്ങൾ വേണമെന്ന് ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ തോന്നണം. അനുസരിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളിലും അവരെ അനുസരിക്കുക. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിലല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും അവരെ അനുസരിക്കുക. അവരുടേതായ വെറുപ്പ് സമ്പാദിക്കുന്ന ഒന്നിലും ഏർപ്പെടാതിരിക്കുക. പടച്ചതമ്പുരാൻ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. അതിനാൽ അവരുടെ മനസ്സെങ്ങാനും വേദനിച്ച് കാരണമില്ലാത്തൊരു കാര്യത്തിന് അവരുടെ മനസ്സ് വേദനിച്ചു പറഞ്ഞാൽ, നമ്മൾ ഇസ്ലാമിന്റെ വഴിയിൽ ജീവിച്ചതിന്റെ പേരിൽ അമ്മാടിപ്പാടി മനസ്സ് വേദനിച്ചതെങ്കിൽ പ്രയാസമൊന്നുമില്ല, നമുക്കൊന്നും സംഭവിക്കാനില്ല. ഒരു വേദനിച്ചോട്ടെ, പ്രയാസമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എതിരൊന്നുമല്ലാത്തൊരു വിഷയത്തിൽ അവരെ അനുസരിക്കാത്തതിന്റെ പേരിൽ അവരുടെ മനസ്സ് വേദനിച്ച ഒരു കണ്ണുനീര് വരേണ്ടി വന്നാൽ, നമുക്കെതിരെ എങ്ങാനും ഒരു വാക്ക് അല്ലാഹുവിനോട് അവർ പറയേണ്ടി വന്നാൽ തീയാണ് സുഹൃത്തുക്കളെ, അപകടമാണ്. ഖബറിൽ മാത്രമല്ല, അവിടെ എത്തുന്നതിന്റെ മുമ്പ് ദുനിയാവിന്നേ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുക. പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല നിലക്ക് വർത്തിക്കുക. അവർ മരണപ്പെട്ടു പോയെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ 5 കടമകളും നാം കാത്തു സൂക്ഷിക്കുക. അതിലൂടെ പുണ്യം നേടാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് ആദരവും ബഹുമാനവും കടപ്പാടുകളും നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അവരോട് അനാദരവും അനുസരണക്കേടും ധിക്കാരവും പ്രവർത്തിക്കുന്ന ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير خلقه نبينا محمد وعلى آله وصحبه أجمعين.